പൈസ ആണല്ലേ അപ്പുറത്തെ തിരുമുന്നുണ്ട്. അപ്പുറത്തെ മകു തിരുമുന്നുണ്ടല്ലോ. നമ്മുടെ ഉണ്ടല്ലോ ഈ ഓടുന്ന സ്ഥലം പോയിട്ട് അത്ര ഷീറ്റിൻ്റെ അവിടെ ചതുരത്തി കെട്ടിയിട്ട് നേരെ ഇതുപോലെ ആക്കണം. ആക്കിയിട്ട് അത് നമുക്ക് അതാണ് മധുവിൽ നോക്കി മധു അതാ അത് തിരുമൊന്ന് വിളിക്കണം വേണ്ടല്ലേ. ഗുരുക്കളൊക്കെ തിരുമകാരം പറഞ്ഞു എങ്ങനെ തിരുമയെ കൊള്ളാൻ വേണ്ട വേണ്ട. ഗുരുക്കളൊക്കെ ഞാനിപ്പോൾ ഗുരുക്കളെ തിരുമ്പി കഴിയുമ്പോൾ ഗുരുക്കൾ ടയർഡായിപ്പോൾ വേണ്ട. ഇപ്പം നമ്മളിപ്പോൾ ഗുരുക്കളെ ഞാൻ തിരുമുന്നു, ഗുരുക്കൾ എന്നെ തിരുമുന്നു. രാവിലെ വൈകുന്നേരം ഒരാൾ തിരുമാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരുമിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരീരണ്ടാവും വെച്ചാൽ നമ്മൾ ഇളങ്ങിക്കുമല്ലേ. മുമ്പ് ഞാൻ കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു. SNDP കഞ്ഞി വെച്ച് കൊടുക്കുമായിരുന്നു. ആ കഞ്ഞി കൊടുക്കലും നിർത്തി. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ ഇച്ചിരി കഞ്ഞി കൊടുക്കാണ്ട് അവർക്ക് ബുദ്ധിമുട്ട് വരും. ഞാൻ ഈ കളി ഞാൻ തന്നെ ഞാനാണ് മരുന്ന് കുറിച്ചോണ്ട് വന്നത്. എന്തെല്ലാം ഇടുന്നറിയോ? രാത്രി വൈകുന്നേരം രാവിലെ പുളി വെള്ളത്തിയിടും, അരി വെള്ളത്തിയിടും, മുതിര വെള്ളത്തിയിടും, ചെറുപയർ വെള്ളത്തിയിടും. പിന്നെ ഇതെല്ലാം വെള്ളത്തിലിട്ടിട്ട് രാത്രി വെക്കാൻ പോവുക. ഇത് മറ്റേ വലിയൊരു ഉരുളിയുണ്ട്, അതിൽ വെക്കാൻ പോവുക. വെക്കാൻ നേരത്ത് ആദ്യമേ അരിയിട്ടങ്ങ് കഴിക്കും, മുതിരയിട്ട് കഴിക്കും. എന്നിട്ട് ചെറുപയർ അതെല്ലാം ഓരോ ഐറ്റംസ് ഇടും. ഇട്ടിട്ട് മരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കും. എന്നിട്ട് നീരെടുത്തിട്ട് എങ്ങനെയാണെന്നറിയോ? ആദ്യമേ അരിക്കും, അരിച്ചെടുത്തിട്ട് തുണിയിൽ പിഴിയും. എന്നിട്ട് ഒരു 3-4 തേങ്ങ ഇടിച്ച് പിഴിയല്ല അരച്ചെടുക്കുക മിക്സിയിലിട്ട്. എന്നിട്ട് എല്ലാം വെന്ത് വരുമ്പോൾ ഓരോ ഐറ്റംസ് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഉലുവ എല്ലാം ഇട്ടില്ല, ആശാളി, ജീരകം, പിന്നെ നിലപ്പനക്കിഴങ്ങ് നല്ലതാണ്. ഞങ്ങൾ ഇതിട്ട് ആനപ്പര വില ഇടുമായിരുന്നു. ആനപ്പര വില അറിയോ? ആനപ്പര വില ഞങ്ങൾ ഇടിച്ചു പിടിക്കണം. പിന്നെ ഇടയ്ക്ക് വേറൊരു പണി ഞാൻ ചെയ്യും. ഇച്ചിരി ആടലോടൊന്നും എടുത്തിടും. ആടലോടം കയ്പാ. അന്നേരം അവര് പറയും ഇതിനകത്ത് എന്തോ പണി മാറി. എന്നിട്ട് ചുമന്നുള്ളിനകത്താണ് നെയ്. ഇതെന്തിനെന്നറിയോ? ഈ ആടലോട് കിട്ടാറുണ്ടല്ലോ, നമ്മുടെ ചങ്കി കിടക്കുന്ന കവ മുഴുവൻ പറഞ്ഞ് മരുന്നിനകത്ത് ഏറ്റവും നല്ല സാധനം. ഈ കർക്കിടകത്തിലേക്കുള്ള ഇതും കാഴ്ചയല്ലായിരിക്കും. അല്ല ഇത് ഓരായിരിക്കും. ഒരു 10 ലിറ്റർ 15 ലിറ്ററാണ് കാറ്റ് കൊണ്ടത്. എന്നത്തെ കാറ്റ്? അത് തന്നെ. വേറെ എന്നത്തിനകത്ത് കാറ്റാനല്ലേ? ഗുരുക്കളെ മണ്ണെണ്ണ സാധനം ഒന്നും ഇല്ല. ഗുരുക്കൾക്ക് മേടിച്ച് വെക്കണമെന്നും ഗുരുക്കളിൽ നിന്ന് ഞാൻ കാശും മേടിച്ചു. അയാളെ വിളിച്ചിട്ടാണ് തരുന്ന കട കൂട്ടിപ്പോയി. തരുന്ന കടയിൽ അങ്ങോട്ട് വലിയ തിരുവാണത്തിനോ. പിന്നെ അന്നേരം പറഞ്ഞു എവിടെ വന്നെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പറയാം. അന്നേരം വേണ്ടി നമുക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ട് അയാളെ വിളിക്കാം. കേസിയുടെ വലിയാണ്. കേസി വേണുഗോപാലിന്റെ വലിയാണ്. ഞാനായിട്ട് പിന്നെ മുമ്പ് എനിക്ക് ജിമ്മിന്റെ മത്സരത്തിൽ പോയപ്പോഴേ അന്ന് XP ഉണ്ടായിരുന്നു, റമദാന പോലെയാണ് ഉണ്ടായിരുന്നു, കേസി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു ട്രോഫി കൊടുക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിന് മുന്നിൽ. അങ്ങനെ കേസി കൊടുത്തിട്ട് കേസി ജയിച്ചു കൊടുക്കുന്നത് കേസിയാണ് കൊടുക്കുന്നത്. അതിന്റെ ഫോട്ടോ വീട്ടിലിട്ടുണ്ട്. 15,000 എത്ര വോട്ടാണ് ജയിച്ചത്? അതറിയാമില്ല. നല്ല ഭൂരിപക്ഷത്തിലേ പക്ഷെ ചോദിച്ചിട്ട് ജയിച്ചു വേണം കേട്ടാ.
എത്ര കുഞ്ഞുങ്ങളാ? 2. വന്നോ വെളി വന്നോ? വെളി വന്നോ? നക്കുക ആണോ? രണ്ടുപേരും എല്ലാം പറയണം. ഭയങ്കര വേളാണ്. പക്ഷെ ഇങ്ങനെ സ്നേഹമുള്ള ഒരു പൂച്ച മക്കളോട് നമ്മുടെ ആ കണ്ടന്റെ കുഞ്ഞല്ലേ? അല്ലല്ല വേറെ വേറെ കണ്ടന്റെയാണ്. അതേ ഉള്ള ആണ്. ഇവന്റെ അല്ല. ഇവന്റെ അല്ല. ഇവനുമായിട്ട് ബന്ധങ്ങളൊന്നും ഇവൻ ഭയങ്കര നാശക്കാരനാണ്. ഇവൻ കണ്ടു ഇതിനെ കണ്ടുകഴിഞ്ഞാൽ തിന്നതായി കടിച്ചു കുടിച്ചു കൊന്നതായി. അവൻ എങ്ങനെ പണി ഞാൻ ചേരെ പിടിക്കും. ഇവന് മനുഷ്യനെ പിടിക്കും. ഞാൻ വാങ്ങിക്കോ ഇവൻ തലേക്ക് പിടിച്ചിട്ട് മനുഷ്യരെ ഇതിന്റെ കടുത്തിലോട്ട് കിട്ടി. ഇവൻ ഒറ്റച്ചാട്ടം മനുഷ്യൻ തെറിച്ചു പോയി. എന്നിട്ട് അതിന് നടക്കാൻ പോയി. മനുഷ്യർക്ക് പോകാൻ പോയാ അത് ഞാൻ പൊട്ടിച്ചിട്ട് തോട്ടിട്ടത് ഭയങ്കര എലിയല്ലേ പിടിക്കും. ഒരു പൂച്ചക്കുഞ്ഞ് കറുപ്പം വെള്ളയാണല്ലോ. ആണാണ്. അതിന് വേണ്ടിയാണോ? ഇവന്റെ അല്ല. അല്ലല്ലേ? വേറെ ഉണ്ടോ? വേറെ ഇല്ല. രണ്ടെണ്ണേ ഉള്ളൂ. അല്ല വേറെ കറുപ്പം വെള്ള ഇവിടെയുള്ള ഇല്ല വേറെ ആയിരിക്കും. ആണോ? അവൻ പിന്നെ എനിക്ക് എത്ര ഉമ്മ വന്നിരുന്നില്ല. അവനും ഇവരുമായിട്ട് ഞാനൊന്നുമില്ല. രണ്ടുപേരും കളി വെക്കും. നിങ്ങളുടെ മകനാണോ അത്? ആണ്. ഇതൊക്കെ ദേഷ്യമാണ്. പിന്നെ ഇവൻ വേറെ രണ്ടുപേരും കളിക്കുന്ന ഇവൻ തന്നെ കുഞ്ഞിനെ കടിച്ചു കൊല്ലും. കടിച്ചു കൊന്നിട്ടേ അന്നേരം ഇവർക്ക് ഈ പാല് കൊടുക്കണമല്ല. ഈ ചെണ്ടിയ പാല് കുടിക്കുന്നു. അപ്പൊ ഞങ്ങൾ ചോദിക്കണ കല്യാണപ്രായോട് നീ പാല് കുടിക്കുന്നതാ ഒന്ന് കൂടാന്ന്. ചിലപ്പോൾ പെണ്ണുപിള്ളായിരിക്കും. ഇവരറിയോ ഇവൻ പാല് കുടിക്കും. ഇഷ്ടമുണ്ട്. മർമ്മ ചികിത്സ എങ്ങനെയുണ്ട്? അറിയില്ല. 4 മണിയാകുമ്പോൾ കൂട്ടും. പിന്നെ വിളിച്ചിട്ടില്ലല്ലേ? തെളിത്തരം കാണിച്ചു വെച്ച് അങ്ങനെ കൂടാണെന്നിട്ട് പിന്നെ അതൊന്നും ചെയ്യരുതിനായിരുന്നു. പക്ഷെ എനിക്കോർക്കുന്നേ അതാണ് ആള് വരാത്തത്. എന്നിട്ട് എന്തറിയോ ഈ ടൈമിലെല്ലാം ഭയങ്കര ആളാണ്. എന്നിട്ട് അവിടെ ആളുണ്ടോ? ഇവിടെ ഭയങ്കര ആളോ ഈ സമയത്തല്ലേ ഇവിടെ കഴിഞ്ഞല്ല നമ്മള് ദൈവത്തിൻ്റെ വർദ്ധിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വർദ്ധിക്കുന്നത്. ഒരു ദിവസം ഒരു പള്ളിയിൽ വെച്ച് കാലിന് നടുവിനങ്ങളുടെ ജീവന മോറുന്നില്ല. എന്നെ വിളിച്ചു. അത് എന്നെ വിളിച്ചു കളഞ്ഞേ. എനിക്ക് അത് മാറ്റി കൊടുക്കണം. എനിക്ക് മാറ്റി കൊടുത്തെനിക്ക് ഒരു അംഗീകാരം കിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ 3-4 ദിവസത്തിൻ്റെ ജീവിച്ച് പള്ളി വെച്ചിട്ട് വേണം പഠിച്ചു. ഒരിക്കലും ഞാൻ പത്തനാപുരം പള്ളിയിൽ അവിടെ കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചർ ബിഷപ്പിനെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല 92 എനിക്ക് എറണാകുളത്തെ ജോലി. അന്നേരം 21 ദിവസം തിരിഞ്ഞു. തിരുവനന്തപുരത്ത് അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ. അന്നേരം എൻ്റെ ബിഷപ്പ് ചോദിച്ചു നാളെ നമ്മുടെ തിരുമെല്ലാം കഴിയുമല്ലേ, രാജുവിന് എന്ത് വേണമെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ രാവിലെ ചായ കൊടുക്കാൻ കൊണ്ടുവന്നിരുന്നത് ഞാനാ എറണാകുളത്ത് ചാ. ഉടനെ ഞാൻ ചോദിച്ചു ബിഷപ്പ് ഇന്നലെ എന്നൊക്കെ ചോദിച്ചു തിരുമേനി എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞേ എനിക്കൊന്നും വേണ്ട, എന്നൊന്ന് അനുഗ്രഹിച്ചാൽ മതി. ഇപ്പോഴും ആ അനുഗ്രഹം നമുക്കുണ്ടെന്നുള്ളൊരിതാ. കൈ കിടപ്പ് മാറുന്നില്ല. ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ. കിടന്ന് ഉറക്കം വരുന്നില്ല. ഈ വേദനടി
ഒതുക്കി അങ്ങനെ തിരിക്കാറായില്ല നേരെ അങ്ങനെ ഇന്ന് മൊബൈൽ ഓഫായില്ല. ഇന്ന് മൊബൈൽ ഓഫായില്ല. അറിയില്ല ശരിയാണ് എൻ്റെ എനിക്ക് ഇവിടെയാണേ ഓടി ഏരിയയിൽ ഇങ്ങോട്ടാ അങ്ങോട്ടാണ് വയറ് ശരി വെച്ചാണ് ഈ ഭാഗത്താണ് വേദന കരിഞ്ഞിടക്കം ഏറിയോ ഈ രാത്രി ഇപ്പം വീട്ടിൽ നിന്നത്തിന്റെ പേര് ഇല്ല ഇവിടെ അത് വൈകി ഒടിഞ്ഞു വന്നു വീട്ടിൽ കണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ പിള്ളേരാണ് ഈ സാധനം വലുതാകുന്ന എന്നുള്ള കാര്യമില്ലേ പിന്നെ പിന്നെ പറയാം യൂട്യൂബ് കേട്ടോണ്ടിരിക്കും നമ്മുടെ പിടിക്കും ചോദിച്ചു മനസ്സിലായെന്ന് തോന്നുന്നു എന്നെ വിളിക്കത്തില്ല എന്നെ കാര്യം എപ്പോഴും ഞാൻ ചോദിക്കല്ലേ ഞാനേ എന്നെ വിളിച്ചാൽ ഞാൻ നേരെ ചോദിക്കില്ല നമുക്കിട്ട് പണി തന്നിട്ട് നമ്മൾ രോഗം കണ്ടത് കൂട്ടുകൊടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല വേറെക്കാരോടാണ് നമ്മളോടല്ലേ ഞങ്ങളുടെ അവിടെ ഉണ്ട് ഓർത്തഡോക്സ് സമുദായക്കാർ കൊണ്ടുവന്ന് രാശിക്ക് കിട്ടിയില്ല നമ്മുടെ ഭാഗത്ത് അവിടെ പോകുന്നവരൊക്കെ ഒരു പോക്കേ പോകുന്നു ആശുപത്രി പോകുന്നു ആ പള്ളിയുടെ ആൾക്കാരുണ്ട് ഇവിടെ ഞാൻ തിരുമേരാവ് പാർട്ടിയോട് തിരുവാൻ പോവുകയായിരുന്നു 7 ദിവസത്തേക്ക് ചാർജ് കുറവാണ് അന്നേരം അയാൾ മീൻ മേടിക്കാൻ പോയിട്ട് അങ്ങനെ സാധനം മേടിക്കാൻ എന്നിട്ട് നോക്കാൻ രണ്ടുപേരായിരുന്നു രണ്ടുപേരും സമയം 1 മണിക്കൂറാണ് 1/2 മണിക്കൂറാണ് പക്ഷേ 2 പേരുടെ ചൂട് കൊണ്ടുപോകും ഒരാളുടെ കയ്യെ ഒരു ശരീരത്തോടെ വന്നു ഇനിയിപ്പോ ഒരു മാസം കഴിയും വരും കർക്കിടകത്തിൽ വരും പിന്നെ എത്ര മാസം കഴിയില്ല കഴിയാറാകുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു പണി വരുന്നതെല്ലാം കണ്ടിട്ട് അത് ഇല്ലാത്ത ദിവസം വരാം വേറെ വേണേൽ കൈ നൂറ് നോക്കാം വേണം കൈ നൂറ് നോക്കാം കൈ നൂറ് നോക്കണം
ഒരുപാട് എം ബി ആയി. ആ എന്നാൽ ഓക്കെ ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യണേ.